ഈ ഡേറ്റിംഗ് ആപ്സിന്റെ ഡേഞ്ചേഴ്സിനെ കുറിച്ചിട്ടും കോടതി വാണിംഗ് തന്നിട്ടുണ്ട്. കാരണം കോടതി പറഞ്ഞത് ഇപ്പോൾ അടുത്തായി തന്നെ ഒരു 3-4 കേസ് കോടതി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. ഫേക്ക്. ഹലോ ഓൾ, വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, എല്ലാവരും ജുഡീഷ്യറിയെ കുറ്റപ്പെടുത്താറുണ്ട്. ജുഡീഷ്യറി വിമൻ സെൻട്രിക് ആണ്, അല്ലെങ്കിൽ വിമൻ ഫേവേർഡ് ആണെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ജുഡീഷ്യറി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ന്യൂട്രൽ ആണെന്നുള്ള കാര്യം. വേറെ ഒന്നുമല്ല, കർണാടക ഹൈക്കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു, റേപ്പ് കേസ് ഉണ്ടായിരുന്നു. എന്നാൽ കോടതി ഇപ്പോൾ ചെയ്തിട്ടുള്ളത് റേപ്പ് അക്യൂസ്ഡിന് റിലീഫ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഒരു വ്യക്തി ഒരു ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യും, അതിലൂടെ ഒരു സ്ത്രീയെ പരിചയപ്പെടുകയും അതിനുശേഷം അവർ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് മീറ്റ് ചെയ്തു. നൈറ്റ് ഒരു ഹോട്ടലിൽ മീറ്റ് ചെയ്തു, രാവിലെ അവർ പിരിയുകയും ചെയ്തു. എന്നാൽ അതിന്റെ പിറ്റേ ദിവസം ആ സ്ത്രീ FIR രജിസ്റ്റർ ചെയ്തു 376 ഓഫ് IPC റൈപ്പ് എന്നൊരു കാര്യം. എന്നാൽ കോടതി അതിൽ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അവരെ ഫോഴ്സ് ചെയ്തിട്ടില്ല, അവർ കൺസെന്റോട് കൂടി തന്നെയാണ് ചെയ്തിട്ടില്ല. പക്ഷേ ആ കൺസെന്റ് വാങ്ങിച്ചിട്ടുള്ളത് ഫോഴ്സിലൂടെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കോടതി ഇതിൽ പറഞ്ഞിട്ടുള്ളത്, അവർ ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്ത കാര്യമൊന്നും ഈ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതായത് അവർ വ്യക്തമായിട്ടുള്ള മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് കോടതിക്കോ അല്ലെങ്കിൽ പോലീസിനോ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ അല്ല. അതുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് റിലീഫ് കൊടുക്കുകയും അതേസമയം ഈ കേസ് ഒന്നും കൂടി പോലീസിനോട് അന്വേഷിക്കാനും കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം കോടതി പറഞ്ഞ ഒരു കാര്യം, ഈ ഡേറ്റിംഗ് ആപ്സിന്റെ ഡേഞ്ചേഴ്സിനെ കുറിച്ചിട്ടും കോടതി വാണിംഗ് തന്നിട്ടുണ്ട്. കാരണം കോടതി പറഞ്ഞിട്ടുള്ളത്, ഇപ്പൊ അടുത്തായിട്ട് തന്നെ ഒരു 3-4 കേസ് കോടതി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. ഫേക്ക് കേസസ് ഇതേപോലെ ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്തിട്ട് പരിചയപ്പെടുകയും അതിനുശേഷം ഫേക്ക് കേസസ് കൊടുക്കുകയും ചെയ്തിട്ട് ആ കേസസ് എന്ത് ചെയ്തിട്ടുണ്ട്, കോടതി ഇതേപോലെ ഡിസ്മിസ് ചെയ്തിട്ട് വിട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഡേറ്റിംഗ് ആപ്സിനെ സൂക്ഷിക്കണം എന്നും കൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. And thanks for watching me, and stay tuned for another video. Okay, thank you.